എന്താ റെയിൻഡിയർ എന്താ റെയിനായിട്ട് റിവ്യൂ പക്ഷെ ഹേ ഗൈസ് വെൽക്കം ബാക്ക് ടു വീഡോസ്. ഇന്നത്തെ ചലഞ്ച് റീബാസ് ചലഞ്ച്. ഗൈസ് ക്രൂ ഒരു ഫോട്ടോ കാണിച്ചു തരും. അതിന്റെ ഉള്ളിൽ കുറെ ലെറ്റേഴ്സോ അല്ലെങ്കിൽ വേർഡ്സ് നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ സോ ഗൈസ് അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് ലെറ്റ്സ് ഗോ. ഫസ്റ്റ് വൺ വൺസ് അപ്പോൺ എ ടൈം. എങ്ങനെ വൺസ് അപ്പിലാണ് കിടക്കുന്നത്, പിന്നെ ടൈം. അതിൽ തന്നെ എഴുതിക്കോ. ഓക്കെ നെക്സ്റ്റ് വൺ ബ്ലാക്ക് കോഫി. അല്ല ഞാനാ പറഞ്ഞേ. ശരി പറഞ്ഞു. അല്ല ബ്രൗൺ കോഫി. കണ്ടില്ല ഓ അല്ലേ കാണിച്ച കാണിച്ചേ. പൊളിഞ്ഞു കിടക്കുന്ന കോഫി ബ്രേക്ക്. ഞാൻ ബ്രേക്ക് കോഫി വരെ എത്തി. അല്ല എനിക്ക് ഞാൻ എടാ കോഫി ബ്രേക്ക് ഇല്ലടാ, നമ്മള് ഈവനിങ് എടുക്കില്ലടാ കോഫി ബ്രേക്ക് എന്ന് പറഞ്ഞിട്ട്. അത് ബ്രേക്ക് ആയിട്ടുണ്ട് ബ്രോ. അപ്പൊ കോഫി ബ്രേക്ക്. നെക്സ്റ്റ് വൺ ഇത് പുറകിലോട്ടാണ് നോക്കിയിരിക്കുന്നത്. ലുക്കിംഗ് ബാക്ക്. ഉത്തരം പറയണേ എന്തിനാ ഇടിക്കണേ? ഇനിയും ഇടിക്കും. അല്ല ബ്രോ, ഇനി അപ്പൊ ആ ലൈറ്റ് കളർ കൊടുത്താൽ എന്നതാ ജിഎൻഐ വായിച്ച ബേക്കിംഗ് അപ്പ്. ബാക്കിംഗ് അപ്പ്. അപ്പടാ ഏത് ഇതൊരു ഒടുക്കത്തെ കമ്പാക്ക് നടത്തുന്നില്ല. ഒടുക്കത്തെ കമ്പാക്കോ? അതൊക്കെ പണ്ട് ബ്രോ. റിട്ടയർ ആയി ബ്രോ, റിട്ടയർ ആയി. ബ്ലൂ റെഡ്. കളറിലൊന്നുമില്ല. ICU stand. Come on. Close. So close. സ്റ്റാൻഡ് ഡൗൺ ICU. അല്ല. ICU stand. അല്ല. ICU stand. അല്ല. അത് ഞാൻ പറഞ്ഞു. ഇനി up stand അല്ലോ. അതെ. സ്റ്റാൻഡ് ഡൗൺ ICU. അല്ല. ICU എന്തിന്റെ താഴത്ത്? സ്റ്റാൻഡിന്റെ ഡൗൺ സ്റ്റാൻഡ് ICU. സ്റ്റാൻഡ് ഡൗൺ ICU. ഇല്ല. വാക്കുകളുണ്ട് ക്രിയേറ്റ്. ICU എന്തിന്റെ താഴത്ത്? എക്സ്ട്രാ വേർഡൊന്നും ആഡ് ചെയ്യാൻ പറ്റില്ലല്ലോ. എനിക്ക് കിട്ടി. അതിന് ആരൊക്കെ പറയാണ്ട്? ഞാനും അഭി. 10 സെക്കൻഡ് കൂടി. സ്റ്റാൻഡപ്പ് ICU ബ്രോ എന്തെങ്കിലും പറയാം. ICU down to stand. ICU അണ്ടർസ്റ്റാൻഡ്. ICU understand. അണ്ടർസ്റ്റാൻഡ് സ്റ്റാൻഡിന്റെ അടിയില് തുടങ്ങി. ICU അണ്ടർസ്റ്റാൻഡ്. ബ്രോ സിംഹം വേട്ട തുടങ്ങിയല്ലോ. ആണോ? സിംഹം സിംഹത്തിനെ പുലിയല്ലേ? കൊല്ലാൻ സമയമായി. പുലിയല്ലേ? സിംഹ കാട്ടിലെ രാജാവ്.
അണ്ടർസ്റ്റാൻഡ് മീ അല്ലല്ലേ ഞാൻ ചുമ്മാ പറഞ്ഞത് പെട്ടെന്ന് അങ്ങ് അണ്ടർസ്റ്റാൻഡ് മീ സിംഹത്തിനെ ഓടിക്കാൻ പോയി. കറക്റ്റാണോ? അല്ല സ്റ്റാൻഡ് സ്റ്റാൻഡ് അടുത്ത് മീ സ്റ്റാൻഡ് ഡൗൺ മീ. അല്ല സ്റ്റാൻഡ് നിയർ മീ. നിനക്കില്ല. നീ ഓൾറെഡി പറഞ്ഞല്ലേ Stand to me. അല്ല സ്റ്റാൻഡ് നെക്സ്റ്റ് ടു മീ അല്ല സ്റ്റാൻഡ് നിയർ മീ. അല്ല Stand at me. അല്ല സ്റ്റാൻഡ് ബിഹൈൻഡ് മീ. അല്ല നിനക്ക് പ്രാവശ്യം പറയാം. അടുത്തൂടെ പറയാം. അടുത്ത് സ്റ്റാൻഡ് മീ. സ്റ്റാൻഡ് റൈറ്റ് മീ അല്ല എന്റെ അടുത്ത് സ്റ്റാൻഡ് ക്ലോസ് ടു മീ അല്ല എനിക്ക് ഓൾറെഡി ഓപ്ഷൻ ഉണ്ട് ഞാൻ മറ്റേതിന്റെ ഓപ്ഷൻ ആയത് പറഞ്ഞത് സ്റ്റാൻഡ് ക്ലോസ് ടു മീ എന്നാണോ? സ്റ്റാൻഡ് ക്ലോസ് ടു മീ അല്ലല്ല ലാസ്റ്റ് Stand in me. അല്ല സ്റ്റാൻഡ് ക്ലോസ് മീ. ഇല്ല അടുത്ത് ഇതിന്റെ അടുത്ത് വേർഡാ. സ്റ്റാൻഡ് ടു മീ അല്ല നീ പറഞ്ഞിരുന്നു സ്റ്റാൻഡ് വിത്ത് മീ രണ്ട് ലക്ഷം. സ്റ്റാൻഡ് വിത്ത് മീ പറയണ ആരെല്ലോ ആണേ പറഞ്ഞു സ്റ്റാൻഡ് വിത്ത് മീ പറഞ്ഞു അല്ല Stand up to me. അത് ഞാൻ പറഞ്ഞില്ലേ. സ്റ്റാൻഡ് ഇൻ ടു മീ. പോയി കഴിഞ്ഞ സ്റ്റാൻഡ് ബൈ മീ. സ്റ്റാൻഡ് ബൈ വയ്യ എങ്ങനെ വന്ന്. സ്റ്റാൻഡ് ബൈ മീ. സൈഡ് ഓ സ്റ്റാൻഡ്. Next. മിസ്അണ്ടർസ്റ്റുഡ് ഇട ഒക്കെ ഞാൻ തിരിച്ചു പിടിക്കണല്ലോ. നെക്സ്റ്റ് വൺ ആദ്യം പറ എന്നെ കറുത്ത പറ. ഇപ്പൊ കറുത്തിയാലോ. അയ്യോ ഞാൻ തിരിച്ചെടുത്തു. പേടിയുണ്ടല്ലോ. എനിക്കാ എന്തിനാ? പോൾ വാക്കർ. അല്ല ഞാൻ പെട്ടെന്ന് കണ്ട അങ്ങനെ പറയും ആ ഓൾ വാക്കർ. അല്ലല്ലോ. അല്ല ഡിസ്മിസ് ചെയ്താലോ ആരെ? ഇയാളെ. Walk in park. Walk in park. യെസ് ആ കറക്റ്റാ കറക്റ്റാ. വാക്കിൻ പാർക്ക് ഓ ബാക്കിനകത്ത് ഏ ഇത്ര നേരമായിട്ട് ഇവന് ഉണ്ടായിരുന്നു ഇവിടെ അത് അറിഞ്ഞില്ല ഏട്ടാ നീ ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം ഉണ്ടായിരുന്നല്ലേ നീ പറയണ ഇടയ്ക്കൊക്കെ Next one. ഉം. 1 million അല്ല ആ പറഞ്ഞോ 1 2 1 in a million. 1 million ഇട്ടോട്. 2 million ഞാനും 1 million ബ്രോ. ഞാനും 1 million പറയുന്നത്. 1 in a million ആ Next. നടന്നില്ല. വീണ്ടും നടന്നില്ലേ നെക്സ്റ്റ് നിയർ ബി നിയർ ബിന്നി. Big B. വെട്ടിക്കിട്ട് ഒഴുക്കി ബിന്നി. 90 മില്യൺ. Clue തരാം. ആ ബി ദൂരെ അല്ലെങ്കിൽ നീണ്ട്. ബിലോങ്. ബിലാ. വിലു തന്നെയാണോ ഉം. അയ്യോ ഞാൻ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കാ വളരെ ഈ ബി ലോങ് ഞാൻ ബി ഫാർ ബിഫോർ. ഞാൻ ബിലോങ് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കും മൈൻഡില്ലേ പക്ഷെ അതെങ്ങനെ കറക്റ്റ് ആണെന്ന് ആലോചിക്കുകയാണ് മാർക്കറ്റ്. നെക്സ്റ്റ് ആണ് യു ആർ അണ്ടർ അറസ്റ്റ്. Yes. ഞാൻ പറഞ്ഞു. പറ ഇനി ഈ മീശ പിരിച്ചേ. സാറേ വേദന എടുക്കുന്നുണ്ട്. എങ്ങനെ? നെക്സ്റ്റ് വൺ ഇത് അവിടെ നോക്ക് അവിടെ നോക്ക് ജസ്റ്റ് എംപ്റ്റി. അല്ല അയ്യോ എംപ്റ്റി ജസ്റ്റ്. Just right. ജസ്റ്റ് റൈറ്റ്. അത്രേ ഉള്ളല്ലേ അത് ജസ്റ്റ് റൈറ്റ്. Just right. Right. Just right. ഇരിക്കണേ. അബിക്ക് 2 2 point. മിനിറ്റ് നെക്സ്റ്റ് വൺ റൈറ്റ് ഡി ലെഫ്റ്റ് ഡി ഡി ലെഫ്റ്റ് ഇത് വേറെ എന്തോ. പിങ്ക് ഡി. ദ ലെഫ്റ്റ് ലെഫ്റ്റ് അല്ലല്ലേ കളറാണോ? ക്ലൂ തരാമോ? പർപ്പിൾ ഡി ആണോ? ആരൊക്കെ നീ? ഇവര് 3 പേര് താൻ പറഞ്ഞാ വൈറ്റ് ഡി ലെഫ്റ്റ്. അല്ല വൈ വൈറ്റിലെ വൈ ഡിയിലെ ഡി. ഫസ്റ്റ് 10 seconds. ഡി ഓൺ വൈറ്റ്. കൈ വെക്ക് പറ പ്ലെയിൻ ഡി അല്ല ഡി പ്ലെയിൻ D in left. പറഞ്ഞോ. ഡിസൈഡ്. ഡിസൈഡ്. ഞാൻ പറഞ്ഞു അതോ എനിക്ക് ബ്രോ ഇത് ഇവിടുത്തെ നിയമാണ്. ഇത് ഓൾ മൈൻഡ് ഉണ്ടാവണം. ആരൊക്കെ എപ്പോ പോയിന്റ് വിടറാ പക്ഷെ 3 നെക്സ്റ്റ് വൺ Next. ആലോചിച്ച് പറയാ.
ഫൂളിംഗ് അറൗണ്ട്. ഫൂളിംഗ് അറൗണ്ട്. എനിക്ക് അതാ ഫൂളിംഗ് അറൗണ്ട് ഫൂളിംഗ് അറൗണ്ട്. നെക്സ്റ്റ് വൺ. സിമ്പിൾ വൺ. Get a shape. ഗെറ്റ് ഇൻ എ ഷേപ്പ്. അല്ല, ഗെറ്റ് ഇൻ ഷേപ്പ്. get in shape. ഏയ് മാൻ. Next. Higher frequency. ഹൈ ഫ്രീക്വൻസി. ഹൈ ഫ്രീക്വൻസി. High, higher ഒക്കെ ഒരേ ടൈമാണ്. ഇത് റീബസ് വരുമ്പേ. നെക്സ്റ്റ് വൺ. എനിക്കിവിടെ ഇപ്പൊ നിങ്ങൾ എന്നെ എഴുതാതിരുത്തിയതാ. നോക്കി പറ അവിടെ. നീ എന്തിനാ ഇത് എഴുതി പിടിച്ചോ എഴുതിക്കൊണ്ടിരിക്കണേ? Come on. ബുദ്ധി വരട്ടെ. ബുദ്ധി. ആദ്യത്തെ അക്ഷരം പറഞ്ഞതാ. ആദ്യത്തെ വേർഡ് നോ. ആദ്യത്തെ അക്ഷരം അപ്പൊ നോട്ട് ടു ബ്ലെയിം. രണ്ടാമത്തെ അക്ഷരം കണ്ടുപിടിക്കണം. മൂന്നാമത്തെ നാലാമത്തെ ബ്ലെയിം എന്നായിരിക്കും. ബ്ലെയിം. മൂന്നാമത്തെ നാലാമത്തെ ബ്ലെയിം ആണ്. ആദ്യത്തെ നോട്ട്. നോ. ആദ്യത്തെ അക്ഷരം അല്ല അങ്ങനല്ല. ആദ്യത്തെ ആൻസറിൽ ആദ്യത്തെ അക്ഷരം നോ. നോയാണോ നോട്ടാണോ? നോ. നോ വൺ ടു ബ്ലെയിം. നോ 1 ഇല്ല 2 ഇല്ല ബ്ലെയിം. നോ 1 2. ഓ കറക്റ്റ് കേട്ടാ. ഓ അതോ. അപ്പൊ 4 എങ്ങനെയാ? 1 2 3 4. കൊമ്പാച്ച നോ കോമ്പറ്റീഷൻ ആയല്ലോ. കോമ്പറ്റീഷനായി. എത്തിയല്ലേ? ഇതാണ് എനിക്ക് വേണ്ടത്. ഇനി ഞാനിത് പറയാം. നെക്സ്റ്റ് വൺ. ഡൗൺ ഹിൽ. ഡൗൺ ഹിൽ എന്നല്ല. ഡൗൺ ഹിൽ. അയ്യോ കേറി എന്താണ് ഡൗൺ. അറിയില്ല. താഴ്വാരം. നെക്സ്റ്റ് വൺ. അത് എച്ച് ആയിരുന്നല്ലേ? ഞാൻ എന്തെന്നാണ് ചെന്നൈ. ബിഗ് ചാൻസ്. ഓ ഹൈ ചാൻസ് ഞാൻ പറഞ്ഞോണ്ടിരിക്കുന്നതല്ലേ. ഇട്ടോ മൂന്നായി നിന്റെ ഒപ്പം എത്തിയിട്ടാ. നീ അവിടെ ഇങ്ങനെ എഴുതി കിട്ടണ്ടിരുന്നോ? നെക്സ്റ്റ് വൺ. കറക്റ്റ് വേർഡ് പറയണം കേട്ടോ. സെന്റൻസ്. ഫോർത്ത് സെൻസ്. ഫോർ ഇൻസ്റ്റാൻസ്. അല്ല കറക്റ്റ് ആയിട്ട് പറയണം. ആൻസർ ചിലപ്പോൾ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ അത് കറക്റ്റ് ആയിട്ട് പറയണം. ബ്രോ എന്താ പറഞ്ഞേ? ഫോർ ഇൻസ്റ്റൻസ്. ഫോർ ഇൻസ്റ്റൻസ്. ഇൻസ്റ്റൻസ്. ഫോർ ഇൻസ്റ്റാൻസ് അല്ല, ഫോർ ഇൻസ്റ്റൻസ്. ഓക്കെ. നെക്സ്റ്റ്. ബ്രോ എഴുതോ? ഇല്ല. ഞാൻ എഴുതിക്കോ. കമ്പാക്ക് അടിക്കണ്ടേ? ഇനി വേറെ തുടങ്ങൂല്ലേ? അടുത്ത അപ് ടു യു. അയ്യോ. കേറി. നെക്സ്റ്റ് വൺ. ഇതും കുറച്ച് ഇംഗ്ലീഷ് അറിയാം. അങ്ങനെ പെട്ടെന്ന് കിട്ടും. ബൗബു. ബൗബൗന്നല്ലേ? ബാർക്ക് അറൗണ്ട്. അല്ല അങ്ങനെ ബാർക്കറോ ബുദ്ധി പോയി. ബൗബോ എന്ന് പറഞ്ഞാൽ ബാർക്കല്ലേ? പറയൂ. ബൗ ഇൻസൈഡ്. ബൗൾ. ബൗൾ ഇൻസൈഡ്. കഴിഞ്ഞിട്ടാ. ഇതൊരു വേട്ടക്കൊക്കെ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. ക്രോസ് ബോ. ഓ ഷിറ്റ്. ലെറ്റ്സ് ഗോ. നെക്സ്റ്റ് വൺ. വെജിറ്റബിൾ. ഓഫ്. അല്ല വെജ് ടു ടേബിൾ. അല്ല ഇത് പോയിന്റ് എന്താ? ആ പക്ക കറക്റ്റ്. ഇത് വിട്ട് പോയിന്റ് ഇല്ല. അത് വെജിറ്റബിൾസ്. വെജിറ്റബിൾസ് 2 ടേബിൾ ഉണ്ട് അതിനകത്ത്, മനസ്സിലായോ? 5. ഓ കീറുന്നു കേട്ടാ. നെക്സ്റ്റ് വൺ. എന്നെ കണ്ട കാഴ്ച എല്ലാരും ഫേക്കാണ്. വെജിറ്റബിൾ ഞാൻ പറഞ്ഞു. അങ്ങനെ നേരത്തെ ഞാൻ ഹയർ പറഞ്ഞല്ലോ. ഫോർത്ത് വൺ. അല്ല അല്ലല്ലോ. ഇങ്ങനെ ഞാൻ ലാസ്റ്റ് വൺ. ലാസ്റ്റ് വൺ. ഞാൻ അയറമയില്ല വന്ന ലോക്കായി. നെക്സ്റ്റ്. കറക്റ്റ് വേർഡ് പറയണം. ഓർ പേര് പറയണം. ഓടാ.
അണ്ടർ ദ അബർല. ചുമ്മാ പറഞ്ഞതാ. റെയിൻഡിയർ കേട്ടോ. അത് മഴ തുള്ളി അത് ബിയർ ആയിട്ട് വന്നേ. റെയിൻഡിയർ ആ എന്താ? റെയിൻഡിയർ എന്താ? റെയിനായിട്ട് ഡിയർ വീണോണ്ടിരിക്കുന്നു. അതൊക്കെ അതിന് റെയിൻഡിയർ ഒരു ഇതാണ് മൃഗം. ഒരു ടൈപ്പ് മാന. അത് നെക്സ്റ്റ് വൺ. കറക്റ്റ് പറയണം. ട്രയോമെൻ. അല്ല ട്രയോമെൻ. 3Y. വൈമെൻസ്. 3Y man. നീ പറഞ്ഞില്ല. ഇല്ല ആണോ? കറക്റ്റ് വൈത്രിമൻ. ഞാനിയോ എന്ന് വെച്ചാ ഇംഗ്ലീഷില് ഞാനി എന്തുവാ മലയാളത്തിൽ? അറിവുള്ള ആള്. The wise man. അല്ല. വൈസ്മെൻ. വയർമാൻ. അല്ല. 3 wise men. 3 wise men. ഇട്ടോട് 3 വൈസ്മെൻ എന്ന് വെച്ചാൽ എന്താണ്? 3 ജ്ഞാനികൾ. ഒന്ന് ഞാനി. അത്രക്കൊന്നും ചിന്തിച്ചില്ല അല്ലേ? നെക്സ്റ്റ് വൺ. Next one. Thanks a lot. കറക്റ്റ് അല്ലേ? അയ്യോ നെക്സ്റ്റ് വൺ. ഞാൻ എണ്ണിക്കൊണ്ടിരിക്കുന്നു. ഞാനും എണ്ണുമായിരുന്നു നേരത്ത്. അയ്യേ കഴിഞ്ഞാ? വളഞ്ഞല്ലേ. ആ അതൊന്നും എടുക്കും. ഒന്ന് സൂമിയോ? ഇവിടെ ഒന്നും കാണുന്നില്ല എനിക്ക്. ഗ്രീൻ സിഗ്നൽ. ഗ്രീൻ സിഗ്നൽ കടന്നു. ഗ്രീൻ സിഗ്നൽ പറഞ്ഞു. ഇത് എന്നതാ ഇത്? ഗ്രീൻ ഫീൽഡ്. ഗ്രീൻ ഡിയർ. അല്ല. Deboard. അല്ല. ആ കളറിൽ എന്തെങ്കിലും ഉണ്ടോ ക്ലൂ? ക്ലൂ ആയിട്ട് പറഞ്ഞാൽ കളറിൽ എന്തെങ്കിലും പ്രാധാന്യം ഉണ്ടോ ഈ ആൻസറിൽ? എന്താ? ഉണ്ടോ ഇല്ലയോ? ഇത് എന്ത് ബോർഡാണ്? അത് ഒരു കുട്ടി പറഞ്ഞു. Design board. അല്ല. ഡിസൈൻ. ഡിസൈൻ. എന്തിനാടാ ബോർഡ് പറഞ്ഞത്? സൈൻ. നെക്സ്റ്റ് വൺ. ഇത് സംശയരോഗിയാണോ? ചിന്തിച്ചുകൊണ്ടേയിരിക്കും. ആഫ്റ്റർനൂൺ. ആണോ? മിസ്റ്റേക്ക്. തെറ്റി. Tea before noon. ദി ആഫ്റ്റർനൂൺ. അല്ല. ടീ മിഡ്നൂണോ? അല്ല. ദ ലാസ്റ്റ് നൂൺ. അല്ല. ആഫ്റ്റർനൂൺ ടീ. ആഫ്റ്റർനൂൺ ടീ. എന്നെ എല്ലാരും കൂടെ അടിച്ചിട്ടല്ലോ. നെക്സ്റ്റ് വൺ. പറഞ്ഞു. Back in minutes. ബാക്ക് ഇൻ മിനിറ്റ്സ്. അല്ല. ഫ്യൂ മിനിറ്റ്സ് ബാക്ക്. ഞാനല്ല ഇവനെ പറയാനുള്ള. നീ പറ. ബാക്ക് ഇൻ 4 minutes. അവൻ സ്കിപ്പ് ചെയ്തു. സ്കിപ്പ് ചെയ്തു. ഇല്ല. അവൻ സ്കിപ്പ് ചെയ്ത്. ഇവനെ നീ skip എന്ന് പറഞ്ഞേ. ഞാൻ സ്കിപ്പ് എന്ന് പറഞ്ഞ കേട്ടില്ലേ ബ്രോ? വയസ്സായില്ലേ? എനിക്കിത് 4 minutes. അയ്യേ Back in 4 എന്ത് minutes. കിട്ടാത്തത്? അയ്യേ ഞാൻ ഫ്യൂ Next one. ഇല്ലത് ഡൗൺഷിപ്പ് ആണ്. അല്ല. ഒക്കെ ഞാൻ +2 ഉപേക്ഷിച്ചതാ. പിന്നെ അണ്ടർസ്റ്റാൻഡ്ഷിപ്പ്. അയ്യേ അണ്ടർ അയ്യാ Underline. റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോ അതാണെന്ന് തോന്നുന്നുണ്ട്. അപ്പൊ എന്തൊരു ഷിപ്പാണല്ലേ? സിറ്റുവേഷൻഷിപ്പ്. അതെല്ലാം മനസ്സിൽ പറ. അല്ല. അതെങ്ങനെ റിലേഷൻ? ചുമ്മാ പറഞ്ഞു. അപ്പൊ ഇപ്പൊ എല്ലാരും പറഞ്ഞു കഴിഞ്ഞില്ലേ? ഇല്ലല്ലേ ഇവൻ പറയാണ്ട്. നീ പറഞ്ഞോ? ഞാൻ ആലോചിച്ച് പറയത്തുള്ളൂ. ആലോചിച്ച് Relationship. 3 സെക്കൻഡ് പറഞ്ഞു. ലോക്കാക്കണ്ട ഇതില്. ഞാൻ ഓക്കെ എന്നെ മാറ്റേ. ലോഡ്ഷിപ്പ്. അല്ല. ക്ലൂ. സ്പേസിലുള്ള സാധനം. Spaceship. സ്പേസ്.
ഞാനത് ഫില്ല് ബ്ലാങ്ക് ഗ്യാപ്പ് ഇത്രയും ആലോചിച്ചു സ്പേസ് മൊത്തം കിട്ടിയില്ല. എല്ലാരും ആലോചിച്ചല്ലേ? നെക്സ്റ്റ് വൺ. നെക്സ്റ്റ് ഫയർമാൻ. അല്ല. മാൻ അണ്ടർ ഫയർ. അല്ല. ഫയർമാൻ. അല്ല. ഫയർ ഓഫ് മാൻ. അല്ല. തീനടി. അണ്ടർ ഫയർ മാൻ. തീനടി. മാൻ അണ്ടർ ഫയർ. അല്ല. യു ആർ അണ്ടർ ഫയർ. അല്ല. കറക്റ്റ് എന്ത്? ക്ലൂ എന്ന് പറ. ഇല്ല. തീനടിയിൽ. തീനടി. ഫയർ അണ്ടർ മാൻ. ഫയർ അണ്ടർമാൻ. അല്ല. അത് പറഞ്ഞാ അറിയാം. ഞാൻ പറഞ്ഞത് കറക്റ്റ് ട്രാൻസ്ലേറ്റ് ചെയ്ത എന്തോന്ന് ഒന്നുകൊണ്ട് പറ ക്ലൂ. തീനടിയിൽ. തീനടിയിൽ. മാൻ അണ്ടർ ദ ഫയർ. ഫയർ അണ്ടർ ദ മാൻ. മാൻ ഓൺ ഫയർ. അത് മാനാണോ? അതൊന്നും പറയാൻ പറ്റില്ല ഇനി. അതെന്താ പിന്നെ ഇനി അടുത്ത എനിക്ക് മാത്രമേ ഇട്ട് തരാം. ഞാൻ പറഞ്ഞത് കറക്റ്റ് ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് കിട്ടുന്നുള്ളൂ. തീനടിയിൽ. ഫയർ ബിലോ മാൻ. അല്ല. അണ്ടർ ഫയർ. Under അയ്യോ അയ്യോ. നെക്സ്റ്റ് വൺ. അതെ ഏത് ജയിക്കത്തല്ല ഈ വൃത്തിയുടെ ഗെയിമാ. ഞാൻ ഏത് ഗെയിമിൽ ജയിച്ചിരിക്കണേ? ഇറ്റ്സ് ഓവർ. അല്ല. ലെഫ്റ്റ് ഓവർ. ലെഫ്റ്റ് ഓവർ. കിട്ടില്ല. ഇനി കുറച്ച് താളാവോ ഏജ്. നെക്സ്റ്റ് വൺ. കണ്ടുപിടിച്ചോ താളാവാ. തെറ്റാ തെറ്റാ. ആ. അപ്പൊ വെട്ടിക്കോ. അയ്യോ ആ താമ ഓക്കെ. 1 നിക്ക് അതൊന്നുമില്ല. 3 കഴിഞ്ഞ്. എന്ത്? താമ കൈ വെക്കുക. പറ ഇല്ലെങ്കിൽ ഉത്തരം പറ. എന്തിട്ട്? ആ പിന്നെ പോയി. ആ കഴിഞ്ഞു. എന്തുവാ? താങ്കൾ കൈ വെക്കി പിന്നെ. 4 അവർ. ഞാനതിന് ഇതാക്കിയിട്ടില്ലല്ലോ. അല്ല. കൈ പൊക്കിയായിരുന്നു. 4 അവർ അല്ല. ഓക്കെ അത് നിക്ക് വെയിറ്റ് ചെയ്യ്. ആ എന്താ കൈവന്തിച്ചു. അല്ല പറയാൻ പറ്റുമോ? ഇല്ല. അവനും കൂടി ഉണ്ട്. ഇതിനും കൂടി ഉണ്ടോ? ഇവനല്ല ആദ്യം പറഞ്ഞത്. നീല ആദ്യം പറഞ്ഞത്. നീ ആദ്യം ഇവനല്ലേ ആദ്യം പറഞ്ഞേ? ഞാൻ ഒന്നും പറഞ്ഞില്ലേ ഇത്. ഇല്ല പറഞ്ഞില്ല. ശരിയാ ഞാൻ പറഞ്ഞു. ലെഫ്റ്റ് ഫോർ അവർ. അല്ല. ഇനി ക്ലൂ പറ. ഇവൻ ചാടി കയറി പറഞ്ഞതാ. ആ ഓക്കെ. 4 അവർ. അല്ല. അയ്യോ അയ്യോ. 4 hours left. അല്ല. ആയിരിക്കും. 7. 4 hours. അതല്ലല്ലോ. 4 അവർ ലെഫ്റ്റ്. അല്ല. അല്ല ഞാൻ പറഞ്ഞേ. അല്ല. അതിന് ക്ലൂ പറഞ്ഞു. കൊമ്പച്ച. ലെഫ്റ്റ് 4 hour. അല്ല. ലെഫ്റ്റ് 4 hour. അതെ പേപ്പറിന്റെ സ്പെല്ലിംഗ് എന്താ? പറ. ലെഫ്റ്റ് ബൈ ഓവർ. അല്ല. ലെഫ്റ്റ് 4 ഓവർ. അല്ല. ഇനി ക്ലൂ ഇത് എന്നാ വീട് പോകുക? എത്ര ക്ലൂ തന്നെ? 2 ക്ലൂ ഒക്കെ മതി. പറ്റില്ല. ബിക്ക് താഴെ ഒന്നീ കൂടുതൽ ഓവർ ആണെങ്കിൽ എന്തെന്ന് പറയും ഇംഗ്ലീഷിൽ? ആ ഒന്നും പറയണ. ഓവേഴ്സ്. ലെഫ്റ്റ് ഓവേഴ്സ്. അയ്യോ അത് അയ്യോ എനിക്കിപ്പോഴാണ് ഷോക്ക്. Next one. കിട്ടിയല്ലോ. എത്ര വർഷമായി? ബ്രോ എന്തേ മസ്ക് പിടിച്ചിരിക്കുന്നേ? ചിരിക്കും ബ്രോ. കിക്കിളില്ലാതോ. 4 ബെറ്റർ വേഴ്സ്. അല്ല. ബെറ്റർ ഫോർ വേർഡ്സ്. അല്ല. ബെറ്റർ ദാൻ വേഴ്സ്. 4 better forwards. 4 ബെറ്റർ ഫോർ വേഴ്സ്. For better focus. Next one. Second last. മാൻ അണ്ടർ 5 സ്റ്റാർ. അല്ല. ഇത് ഈ മാന്റെ റേറ്റിംഗ്. ഇത് ഈ മാന്റെ റേറ്റിംഗ്. അപ്പൊ ഇതിലും മികച്ച ഇതാണ്. എന്തെന്ന് പറയും? 3 man better than 5 man. 5 star man. അതൊക്കെയാണ് ബെറ്റർ. ബെറ്റർ എന്നുണ്ട്. അത് മനസ്സിലായി. ബെസ്റ്റ് റേറ്റിംഗ്. ബെസ്റ്റസ്റ്റ് മാൻ. അല്ല. Best man 4 hour. 5 സ്റ്റാർ മാൻ ഈസ് ബെസ്റ്റ്.
ലാസ്റ്റ് ആണ്. ഇതിൽ സ്റ്റാർ ഉണ്ടോ ഇല്ല മാത്രം പറഞ്ഞാൽ മതി. അത് ക്ലൂ പറയാം. ഇനി ക്ലൂ പറയാൻ പറ്റില്ല. അങ്ങനെ എനിക്ക് ചാൻസ് വേണം. ഈ അടുത്തേല് പറഞ്ഞു ഇതില് വലിയ clue ഇല്ല. ഞാൻ already പറഞ്ഞു. Best കാണിച്ചു man. തന്നു. അത്രേ ഉള്ളൂ. പറഞ്ഞു. ബെസ്റ്റ് മാൻ. Best man. ഞാൻ പറഞ്ഞില്ലേ ഞാന്. അതെന്നാ അതെങ്ങനെ Best man. ഇയാളെ ഈ മാനേക്കാൾ ഈ മാൻ റേറ്റിംഗ് അല്ലേ? അപ്പൊ ബെസ്റ്റ് മാൻ. ഞാൻ എന്നാ point ഇട്ടു. ഇപ്പൊ വിശ്വാസമായോ? ഇവിടെ പക്ഷെ കാര്യമില്ലല്ലോ. അടുത്ത ലാസ്റ്റ് റൗണ്ട്. നെക്സ്റ്റ് വൺ ആരാ പറഞ്ഞത്? ആ സെക്കൻഡ് ലാസ്റ്റ് എന്ന് പറഞ്ഞ ഇതിനെ. അപ്പൊ ഇത് ലാസ്റ്റ്. 3 piece. Clue ഇപ്പൊ തന്നെ തരാം. നടുക്കാണ്. സെന്റർ പീസ്. സെന്റർ പീസ്. ഇട്ടുകൂട് കഴിഞ്ഞാ കഴിഞ്ഞു. നന്നായത്. എനിക്ക് രണ്ട്. ഗൈസ് അപ്പോ നമ്മുടെ ഈ ഒരു ചലഞ്ചിലെ പോയിന്റ് സിസ്റ്റം നോക്കുവാണെങ്കിൽ 5 പോയിന്റ് ആയിട്ട് ഏജ് 4ാം സ്ഥാനത്തുണ്ട്, 7 പോയിന്റ് ആയിട്ട് ഞാൻ 3ാം സ്ഥാനത്തുണ്ട്, 11 പോയിന്റ് ആയിട്ട് ജക്ചർ 2ാം സ്ഥാനത്തുണ്ട്, ആൻഡ് 14 ഉണ്ടെന്ന് വീണ്ടും തെളിയിച്ചുകൊണ്ട് കൊമ്പൻ 14 പോയിന്റ് ആയിട്ട് മുന്നേറുകയാണ്. Yes, guys. Guys, അങ്ങനെ Congratulations. അഭിനയിക്കാതെ റിയൽ ആയിട്ട് കൺഗ്രാറ്റ്സ് പറ. അങ്ങനെ തന്നെ നമ്മള് real ആയിട്ട് അങ്ങനെ തന്നെയാ. ഇനി ബ്രോ അഭിനയിച്ചോളാൻ പറഞ്ഞു. സോ ഗൈസ് അപ്പൊ എന്തായാലും നമ്മുടെ ഇന്നത്തെ ബെസ്റ്റ് പെർഫോമർ ആരാന്നുള്ളതും നിങ്ങൾ വോട്ട് ചെയ്ത് അറിയിക്കുക. ആൻഡ് കഴിഞ്ഞ ചാലഞ്ചിന്റെ ഗ്രാഫും കാര്യങ്ങളും എന്തായാലും ഇപ്പൊ കാണിച്ചു തന്നിരിക്കും. അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുമ്പോൾ ബൈ, ലവ് യു.